ഹരി ഓം. ഈ ദശകത്തിൽ മൂലപ്രകൃതിയായ മായയുടെ അവിദ്യയെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അവിദ്യ നീങ്ങിയാൽ തത്വജ്ഞാനം പ്രകാശിക്കുന്നു. ശങ്കരാചാര്യർ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഇതുതന്നെയാണ് പറയുന്നത്. വിശ്വം ദർപ്പണ ദൃശ്യമാനനഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 98 നിഷ്കള ബ്രഹ്മോപാസനം. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. യസ്മിന്നേതദ്വിഭാദം യദ ഇദമഭവദ്യേന ചേദം യേതദ് യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാഃ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യസ്മിൻ ഏതൊന്നിൽ, ഏതൊരുവനിൽ, ഏതൊരു മൂർത്തിയിൽ, ഏതദ് വിഭാതം ഇത് ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നുവോ, യഥാ ഏതൊന്നിൽ നിന്ന്, ഏതൊരുവനിൽ നിന്ന്, ഇതം ഈ പ്രപഞ്ചം, അഭവത് ഭവിച്ചുവോ, ഉണ്ടായിയോ, യേനച്ച ഇതം ഏതൊന്നിൽ, ഏതൊരുവനിൽ ഈ പ്രപഞ്ചം ലയിക്കുന്നുവോ, യ ഏതത് ഏതൊരാളുടെ രൂപമാകുന്നുവോ ഈ പ്രപഞ്ചം, ഏതൊരാൾ ആകുന്നുവോ ഈ പ്രപഞ്ചത്തിന്റെ പരമചൈതന്യം, യ അസ്മാത് ഏതൊരു പ്രപഞ്ചത്തിൽ നിന്ന്, ഉത്തീർണ രൂപ ഖലു അപ്പുറവും കടന്ന് വേറിട്ടു നിൽക്കുന്ന രൂപമാകുന്നു. അർത്ഥവത്തായി ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന രൂപം തന്നെയാകുന്നു അത്. സകലം ഇതം ഇതെല്ലാം, ഈ ജഗത്തെല്ലാം, ഭാസിതം പ്രകാശമാനമായിരിക്കുന്ന, യസ്യ ഭാസ ഏതൊരു ഭഗവാന്റെ തേജസ് കൊണ്ട് ഭാസിതമായിരിക്കുന്നുവോ, യോ വാചാം ദൂരദൂരേ പുനരപി മനസാം ഏതൊരു ബ്രഹ്മചൈതന്യം വാക്കുകൾക്കും മനസ്സുകൾക്കും, അതായത് അന്തഃകരണങ്ങൾക്കും കൂടി ദൂരെ ദൂരെയായിരിക്കുന്നുവോ, യസ്യ ഏതൊരുവന്റെ രൂപത്തെ ദേവ മുനീന്ദ്രാനോ വിദ്യു ഏതൊരുവനെ ദേവന്മാരും മുനീന്ദ്രന്മാരും അറിയുന്നില്ലയോ, തത്വരൂപം ആ യഥാർത്ഥ രൂപത്തെ, കിമു പുനരപരേ മറ്റുള്ളവർ പിന്നെ എങ്ങനെ അറിയാനാണ്, കൃഷ്ണ തസ്മൈ നമസ്തേ അപ്രകാരമുള്ള ശ്രീകൃഷ്ണ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകാർത്ഥം. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത്, ഏതൊന്നിൽ നിന്നാണോ ഇത് ഉണ്ടായത്, ഏതൊന്നിലാണോ ഇത് ലയിക്കുന്നത്, ഏതൊന്ന് ഈ പ്രപഞ്ചം തന്നെയാകുന്നു, ഏതൊരുവൻ ഈ പ്രപഞ്ചത്തിനും അതീത രൂപമുള്ളവനാകുന്നു, ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരുവിനാൽ പ്രകാശിതമാകുന്നു, ഏതൊരുവൻ വാക്കിനും മനസ്സിനും അകലെ സ്ഥിതി ചെയ്യുന്നു, ഏതൊരുവന്റെ യഥാർത്ഥ രൂപം ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും അറിയുന്നില്ലയോ, അങ്ങനെയുള്ള ഈ അങ്ങയെ മറ്റുള്ളവർ എങ്ങനെ അറിയാനാണ്. ഹേ ശ്രീകൃഷ്ണ അങ്ങേക്കായി നമസ്കാരം. ഈ പ്രപഞ്ചം ഏതിൽ നിന്ന് ഉത്ഭവിച്ചു, ഏതൊന്നിലാണോ അന്ത്യത്തിൽ ലയിക്കുന്നത്, ഏതൊരാളിലാണ് ഈ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത്, ആ ആളിന്റെ രൂപമെന്താണ്, സ്വയം പ്രകാശവും ആദിമധ്യാന്തങ്ങൾ ഇല്ലാതെ നാമരൂപങ്ങൾക്ക് അപ്പുറം സാന്ദ്രാനന്ദ സ്വരൂപവും ശുദ്ധജ്ഞാന സ്വരൂപവുമാണ് ചൈതന്യാത്മകമായ ഈ പ്രപഞ്ചത്തിന്റെ ബ്രഹ്മതത്വം. ഈ പ്രപഞ്ചം
ഈ ബ്രഹ്മതത്വത്തിൽ നിന്ന് ഉത്ഭൂതമായി അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ പരബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ല. എല്ലാത്തിലും ഈ പരബ്രഹ്മ പ്രകാശം പരിദീപ്തമാകുന്നു. ഈ പരബ്രഹ്മത്തിന് രൂപമോ ഭാവമോ കൽപ്പിക്കാനാവില്ല. ദേവന്മാർക്കോ മുനിമാർക്കോ ഈ ബ്രഹ്മത്തിന്റെ പൂർണ്ണജ്ഞാനമില്ല. അന്ധകരണങ്ങൾക്കോ മനസ്സിനോ ഈ പരബ്രഹ്മത്തിനെ അറിയാനുമാകില്ല. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങേക്കായി നമസ്കാരം. ശ്ലോകം 2. ജന്മാധോ കർമ്മനാമ സ്ഫുടമിക ഗുണദോഷാദികം വാനയസ്മിൻ ലോകാനാമൂതയേയ സ്വയമനുഭജത്തെ താനി മായാനുസാരീ ബിഭ്രത്ശക്തിരൂപോപി ച ബഹുതരരൂപോ വിഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാംനേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജന്മ അത കർമ്മനാമ, പിന്നെ ജന്മമോ കർമ്മമോ നാമമോ സ്ഫുടം ഇവ ഗുണദോഷ ആധികം വാനയസ്മിൻ, ഇവിടെ വ്യക്തമായി ഗുണദോഷാദികളോ വാസ്തവത്തിൽ യാതൊരുവനിൽ ഇല്ല എങ്കിലും ലോകാനാം ഊതയേ, ലോകത്തിന്റെ രക്ഷയ്ക്കായി ഏതൊരുവൻ സ്വയം അനുഭജതേ, സ്വയമായി തനിയെ തന്നെ സ്വീകരിക്കുന്നുവോ, താനി അവയെ, ആ ജന്മ കർമ്മനാമാദികളെ, മായ അനുസാരി, മായയ്ക്ക് അനുസൃതമായി, ബിഭ്രശക്തി ഭരിക്കുന്നവനായ വിദ്യ ജ്ഞാന ഐശ്വര്യം എന്നീ ശക്തികളെ, അരൂപോ അഭി, രൂപമില്ലാത്തവനാണെങ്കിലും സ്വരൂപവാനായി, ബഹുതര രൂപോ, ബഹുതരത്തിലുള്ള രൂപമുള്ളവനായി, വിഭാതി പ്രശോഭിക്കുന്നു, അത്ഭുതാത്മാ, അത്ഭുതമായ ആത്മാവായും, തസ്മൈ അങ്ങേക്കായി, കൈവല്യതാപ്നെ മോക്ഷത്തിന് ഇരിപ്പിടമായ, പരരസ പരിപൂർണായ ബ്രഹ്മാനന്ദ രസരൂപനും ആയ വിഷ്ണു നമസ്തേ. ഹേ വിഷ്ണു ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ശ്ലോകാർത്ഥം. ഇവിടെ ഏതൊരുവനാണോ ജന്മം കർമ്മം നാമം ഗുണദോഷങ്ങൾ ആദിയായവ സ്ഫുടമായില്ലാതിരിക്കെ ലോകത്തിന്റെ രക്ഷയ്ക്കായി മായയ്ക്ക് അനുസൃതമായി അവയെ സ്വീകരിക്കുന്നത്, ആരാണോ ആ ശക്തികളെ ഭരിക്കുന്നവനായി, അരൂപിയാണെങ്കിലും ബഹുതര രൂപിയായും അത്ഭുതാത്മാവായും പ്രകാശിക്കുന്നത്, ആ മോക്ഷദാപ്നനായ പരിരസപൂർണനായ മഹാവിഷ്ണു, അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 3. നോതിര്യഞ്ജം നമർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസത് വാപി തേ രൂപമാഹുഃ ശിഷ്ടം യത് സ്യാത് നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തദ് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നോ തിര്യഞ്ജം, തിര്യക്കിന്റെ അല്ല, നമർത്യം, മനുഷ്യന്റേതും അല്ല, ന ച സുരം, അസുരം, ദേവന്റെയോ അസുരന്റെയോ അല്ല, ന സ്ത്രീയം, നോ പുമാംസം, സ്ത്രീയുടെയോ പുരുഷന്റെയോ അല്ല, ന ദ്രവ്യം കർമ്മജാതിം ഗുണം അഭി, ദ്രവ്യമോ കർമ്മമോ ജാതിയോ ഗുണമോ അല്ല, സത് അസത് വാ അഭി, സത്തോ അസത്തോ അല്ല, തേ രൂപം ആഹു, അങ്ങയുടെ രൂപമെന്ന് പറയപ്പെടുന്നു. ശിഷ്ടം യത്,
ഏതൊന്നാണോ ശേഷിക്കുന്നത്, സ്യാദ് അത് ആയിഭവിക്കുന്നു. നിഷേധേ സതി നിഷേധിക്കപ്പെടുമ്പോൾ, നിഗമ ശതൈർ നൂറുകണക്കിന് ഉപനിഷത്തുക്കളാൽ, ലക്ഷണാവൃത്തിത ലക്ഷണാവൃത്തി രൂപത്തിൽ, തത് അത്, പൃച്ഛേണ വളരെ ക്ലേശിച്ച്, ആവേദ്യമാനം അറിയപ്പെടുന്നത്, പരമസുഖമയം പരമമായ സുഖരൂപമായതും, ബാധിതസ്മൈ അപ്രകാരം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, നമസ്തേ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകാർത്ഥം. ഭഗവാന്റെ രൂപം തിര്യക്കിൻ്റേതല്ല, മനുഷ്യന്റെയും അല്ല, ദേവന്റെയോ അസുരന്റെയോ അല്ല, സ്ത്രീയുടെയോ പുരുഷന്റെയോ അല്ല, അത് ദ്രവ്യമോ കർമ്മമോ ജാതിയോ ഗുണമോ അല്ല, അത് സത്തും അസത്തും അല്ല എന്ന് പറയപ്പെടുന്നു. എല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ ഏതൊന്നാണോ പിന്നീട് അവശേഷിക്കുന്നത്, അത് നിഗമശതങ്ങളാൽ ലക്ഷണാവൃത്തി രൂപത്തിൽ വളരെ ക്ലേശിച്ച് അറിയപ്പെടുന്നതും പരമ സുഖരൂപവും ആയി പ്രകാശിക്കുന്നു. അപ്രകാരമുള്ള ശ്രീ മഹാവിഷ്ണുവിന് നമസ്കാരം. ഭഗവാന്റെ സാക്ഷാൽ സ്വരൂപം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചാൽ, അത് പക്ഷി മൃഗാദി രൂപമോ, ദേവനോ അസുരനോ, സ്ത്രീയോ പുരുഷനോ, നപുംസകമോ, ദ്രവ്യമോ കർമ്മമോ ജാതിയോ ഗുണമോ ഒന്നുമല്ല. ഈ നിഷേധങ്ങളിൽ ശേഷിക്കുന്നവയിൽ ഭഗവത് സത്തയെ കണ്ടെത്താനാണ് വേദങ്ങൾ ശ്രമിക്കുന്നത്. എണ്ണിക്കഴിഞ്ഞാൽ ബാക്കിയിലാണ് ഭഗവത് ആസ്പദം എന്ന് ശ്രീ നാരായണ ഗുരു ദൈവദശകത്തിൽ പ്രകീർത്തിക്കുന്നു. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. ഈശ്വരൻ അദ്വൈത പരബ്രഹ്മ സ്വരൂപാനന്ദമാകുന്നു. ശ്ലോകം 4. മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാരതന്മാത്രഭേദൈഃ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈः അപി സകലജഗത് സ്വപ്നസങ്കൽപകൽപം ഭൂയഃ സംകൃത്യ സർവം കമട ഇവ പദാന്യാത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മായായാം മായയിൽ, ബിംബിതത്വം അങ്ങ് പ്രതിബിംബിക്കപ്പെട്ടവനായി, സൃജസി സൃഷ്ടിക്കുന്നു, മഹത് അഹങ്കാര തന്മാത്രഭേദേർ മഹത്തത്വം അഹങ്കാര ഭേദങ്ങൾ ശബ്ദ സ്പർശനാദി പഞ്ചതന്മാത്രകൾ എന്നിവയാലും, ഭൂത ഗ്രാമ ഇന്ദ്രിയാധൈർ അഭി പഞ്ചഭൂതങ്ങൾ ഏകാദശ ഇന്ദ്രിയങ്ങൾ ഇവയാലും, സകല ജഗത്തിനെയും സ്വപ്നസങ്കൽപകൽപ്പം സ്വപ്നസങ്കല്പത്തിന് തുല്യമായ, ഭൂയ വീണ്ടും, സംഹൃത്യ സർവം സർവത്തിനെയും സംഹരിച്ച്, കമഠ ഇവ പദാനി ആമ അതിന്റെ പാദങ്ങൾ എന്ന പോലെ, ആത്മനാ ആത്മാവ് കൊണ്ട്, കാലശക്തിയ കാലത്തിന്റെ ശക്തി കൊണ്ട്, ഗംഭീരെ തീവ്രമായ, ജായമാനേ തമസ്സി ഇരുട്ട് ഉണ്ടാകുമ്പോൾ, വിതിമിരോ തിമിരവുമായി ബന്ധമില്ലാത്തവനായി, ഭാസി തസ്മൈ നമ തേ പ്രകാശിക്കുന്ന അങ്ങയെ നമസ്കരിക്കുന്നു. ശ്ലോകാർത്ഥം. അങ്ങ് മായയിൽ പ്രതിബിംബിതനായിട്ട് മഹത്തത്വം അഹങ്കാരതത്വം തന്മാത്രാഭേദങ്ങൾ എന്നിവയാലും പഞ്ചഭൂതങ്ങൾ ഏകാദശേന്ദ്രിയങ്ങൾ എന്നിവ കൊണ്ടും സ്വപ്നസങ്കല്പത്തിന് തുല്യമായ സർവജഗത്തിനെയും സൃഷ്ടിക്കുന്നു. പിന്നെ ആമ അതിന്റെ പാദങ്ങളെ എന്ന പോലെ കാലശക്തി കൊണ്ട് എല്ലാത്തിനെയും ആത്മാവ് കൊണ്ട് തന്നിൽ ഒതുക്കിയിട്ട് അഗാധമായ ഇരുട്ട് വ്യാപിക്കുമ്പോൾ ഭഗവാൻ തിമിര സംബന്ധിയല്ലാത്തവനായി
പ്രകാശിക്കുന്നു. ആ പ്രകാശസ്വരൂപന് നമസ്കാരം. ശ്ലോകം 5. ശബ്ദബ്രഹ്മേതി കർമ്മേത്യനുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വകേതും സകലമയതയാ സർവദാ കൽപ്യമാനം വേദാന്തൈര്യത്തു ഗീതം പുരുഷപരചിതാത്മാഭിദം ദത്തു ദത്തം പ്രേക്ഷാമാത്രേണ മൂല പ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശബ്ദബ്രഹ്മ ഇതി ശബ്ദബ്രഹ്മമെന്നും കർമ്മ ഇതി കർമ്മം എന്നും അണു ഇതി അണു എന്നും ഭഗവൻ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ കാല ഇതി കാലം എന്നും ആലബന്തി അങ്ങ് ആലപിക്കപ്പെടുന്നു. ത്വാമേഘം അങ്ങു തന്നെയായ അങ്ങയെ തന്നെ വിശ്വഹേതും വിശ്വത്തിന് കാരണബോധനുമായ സകലമയതയാ എല്ലാത്തിന്റെയും രൂപമാകയാൽ സർവദാ കൽപ്യമാനം എല്ലാവിധത്തിലും സങ്കൽപ്പിക്കപ്പെടുന്നവനും വേദാന്തൈർ വേദാന്തങ്ങളാൽ യത്തു ഗീതം ഏതൊന്നാണോ ഗീതം ചെയ്യപ്പെടുന്നത് കീർത്തിക്കപ്പെടുന്നത് പുരുഷ പരചിത് ആത്മ അഭിധം പുരുഷൻ പരൻ ചിത്ത് ആത്മാവ് എന്നിങ്ങനെ അഭിസംബോധനം ചെയ്യപ്പെടുന്നത് തത്തത്വം തു ആ തത്വമാകട്ടെ പ്രേക്ഷാ മാത്രേണ വീക്ഷണം കൊണ്ട് മാത്രം മൂലപ്രകൃതി വികൃതികൃത് മൂലപ്രകൃതിയായ മായയ്ക്ക് വികാരം ഉണ്ടാക്കുന്നു. കൃഷ്ണ ഹേ ശ്രീകൃഷ്ണ തസ്മൈ അപ്രകാരമുള്ള നമസ്തേ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ എല്ലായ്പ്പോഴും സകലരുടെയും അഭിപ്രായമനുസരിച്ച് സർവാത്മഭാവത്തിൽ സങ്കൽപ്പിക്കപ്പെടുന്ന ജഗത് കാരണഭൂതനായ അങ്ങയെ ഒരാളെ ശബ്ദബ്രഹ്മമെന്നും കർമ്മമെന്നും അണു എന്നും കാലമെന്നും ഗാനം ചെയ്യപ്പെടുന്നു. വേദാന്തങ്ങളാൽ ഏതൊന്നിനെയാണോ പുരുഷൻ പരൻ ചിത്ത് ആത്മാവ് എന്നിങ്ങനെ കീർത്തിക്കുന്നത് ആ തത്വമാകട്ടെ കടാക്ഷമാത്ര കൊണ്ട് മൂലപ്രകൃതിയായ മായയ്ക്ക് വികാരത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഹേ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 6. സത്വേനാ സത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ദത്തേയാസൗ അവിദ്യാ ഗുണഫണിമതിവത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവ യാദാ ശ്രുതിവചനലവൈര്യത്കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യക തൃഡനപരശുതാം ഏതി തസ്മൈ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സത്വേന ഉള്ളതെന്ന ഭാവം കൊണ്ടോ അസത്തയാ വാ ഇല്ലാത്തതെന്ന ഭാവം കൊണ്ടോ നച്ച ഖലു സദസത്വേന ഉണ്ടെന്നും ഇല്ല എന്നും പറയാനാകാത്ത നിർവാച്യരൂപ നിർവചിക്കാൻ ആകാത്ത രൂപത്തിലുള്ളവനെ ദത്തേയ അസൗ അവിദ്യ ഈ ഏതൊരു അവിദ്യ മായ ഉണ്ടാക്കി തീർക്കുന്നുവോ ഗുണഫണിമതിവത് കയറിനെ പാമ്പ് എന്ന് വിചാരിക്കുന്നത് പോലെ കയറ് പാമ്പാണെന്ന് തോന്നുന്നത് പോലെ വിശ്വ ദൃശ്യാവഭാസം സർവദൃശ്യങ്ങളുടെയും പ്രതീതിയെ വിദ്യാത്വം സ ഏവയാഥ അവിദ്യ എന്ന ഭാവത്തെ തന്നെ പ്രാപിച്ച് ശ്രുതിവചനലവൈ വേദാന്തവാക്യ ശകലങ്ങളാൽ യത്കൃപാ സന്തലാഭേ ഏതൊരു ഭഗവാന്റെ കൃപ ലഭിക്കുമ്പോൾ സംസാര ആരണ്യ സദ്യ സംസാരമാകുന്ന ആരണ്യത്തെ പെട്ടെന്ന് തുടന പരശുതാം ഏതി
മുറിച്ചു കളയുന്ന മഴുവിന്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. തസ്മൈ അപ്രകാരമുള്ള ധേ അങ്ങേക്ക് നമഃ നമസ്കാരം. ശ്ലോകാർത്ഥം: ഉള്ളതായിട്ടോ ഇല്ലാത്തതായിട്ടോ, ഉണ്ടെന്നും ഇല്ലാത്തതെന്നും മറ്റും തീർച്ചയാക്കി പറവാൻ ആകാത്ത മട്ടിലുള്ളതായ ഈ അവിദ്യ, അതായത് മായ, ഒരു കയറ് കണ്ട് പാമ്പെന്ന് വിചാരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നിപ്പിക്കുന്നു. ആ മായ തന്നെ ഏതൊരു ഭഗവാന്റെ കൃപാപ്രവാഹം ലഭിക്കുമ്പോൾ വേദാന്ത വാക്യ ശകലങ്ങളാൽ വിദ്യ എന്ന ഭാവത്തെ പ്രാപിച്ച് സംസാരമാകുന്ന വനത്തെ ഉടനടി മുറിച്ചു കളയുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്രകാരമുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 7. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരൗ വാദികേ മൃത്തികാവദ് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടപ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വദ് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭൂഷാസു ഭൂഷണങ്ങളിൽ, ആഭരണങ്ങളിൽ, സ്വർണവദ്വാ സ്വർണം എന്ന പോലെയോ, ജഗതി ഘടശരൗ ആദികേ ഈ പ്രപഞ്ചത്തിൽ, കുടം, ചിരാത് ആദിയായവയിൽ, മൃത്തികാവത് മണ്ണ് എന്ന പോലെയും, തത്വേ സഞ്ചിന്യമാനേ തത്വം വിചിന്തനം ചെയ്യുന്നവനായാൽ, സ്ഫുരതി സ്ഫുരിക്കുന്നു, തത് അത്, അധുന അഭി ഇപ്പോഴും, ജഗത് നിലനിൽക്കുന്ന ഇക്കാലത്തും, അദ്വിതീയം ഏകമായ, വപുസ്തേ അങ്ങയുടെ ഈ ശരീരം സ്ഫുരിക്കുന്നു, സ്വപ്നദ്രഷ്ടു സ്വപ്നം കാണുന്നവന്, പ്രബോധേ ഉണരുമ്പോൾ, സ്വപ്നാവസ്ഥയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ, തിമിരലയവിധൗ അന്ധകാരം നീങ്ങുമ്പോൾ, ജ്ഞാനപ്രകാശം തെളിയുമ്പോൾ, അജ്ഞാനാന്ധകാരം നീങ്ങിത്തീരുമ്പോൾ, ജീർണരജ്ജോശ്ച യദ്വദ് ജീർണിച്ച കയറിനെ എപ്രകാരമോ, വിദ്യ ലാഭേ തഥ ഏവ ജ്ഞാനം ലഭിക്കുമ്പോൾ അപ്രകാരം, സ്ഫുടമഭി പിന്നെ സ്ഫുടമായി, വികസേത് വികസിക്കുന്നു, കൃഷ്ണ തസ്മൈ അപ്രകാരമുള്ള ഹേ കൃഷ്ണ ഭഗവാനെ നമസ്തേ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകാർത്ഥം: തത്വത്തെ വിചിന്തനം ചെയ്യുമ്പോൾ ഭഗവത് വപുസ് ആഭരണങ്ങളിൽ സ്വർണമെന്ന പോലെയും, കുടം, ചിരാത് എന്നിവയിൽ മണ്ണ് എന്ന പോലെയും, ജഗത്തിലെപ്പോഴും അദ്വിതീയമായി അഭിന്നമായി സ്ഫുരിക്കുന്നു. സ്വപ്നം കണ്ടവന് ഉണരുമ്പോൾ എന്ന പോലെയും, ഇരുട്ട് അകലുമ്പോൾ ജീർണിച്ച കയറിനെ എന്ന പോലെയും, അറിവുണ്ടാകുമ്പോൾ സ്പഷ്ടമായി ആ തത്വം പ്രകാശിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ അങ്ങേക്കായി നമസ്കാരം. ആഭരണങ്ങളിൽ മണിമാല, മുല്ലമൊട്ടുമാല, കൈവള, ഓഢ്യാണം ഇവ ഇങ്ങനെ പലതരത്തിലുണ്ടെങ്കിലും അവയിൽ ഏകമായ വസ്തു സ്വർണം തന്നെയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടിക, കല്ല്, ചിരാത് ഇങ്ങനെ പല വസ്തുക്കൾ ഉണ്ടെങ്കിലും അവയിലെ ഏകരൂപമായത് മണ്ണ് മാത്രമാണ്. അതുപോലെ തന്നെ ഭഗവാൻ ഈ എല്ലാ വസ്തുക്കളിലും ഏകരൂപനായി സ്ഥിതി ചെയ്യുന്നു. സ്വപ്നത്തിൽ ഒരാൾ അനേകം ദൃശ്യങ്ങൾ കാണുന്നു. എന്നാൽ ഉണർന്നു കഴിഞ്ഞാൽ അവ യാഥാർത്ഥ്യമായിരുന്നില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. ഇരുട്ടിൽ ഒരു പഴകിയ കയറിന്റെ കഷ്ണം കാലിൽ തടഞ്ഞാൽ നാം അതൊരു സർപ്പമാണെന്ന് ശങ്കിക്കുന്നു. എന്നാൽ ഒരു വിളക്കിന്റെ പ്രകാശത്തിൽ നാം ആ സത്യം തിരിച്ചറിയുന്നു. അതുപോലെ ജ്ഞാനത്തിന്റെ പ്രകാശം മനസ്സിൽ തെളിഞ്ഞു കഴിയുമ്പോൾ നാം ഭഗവത് സ്വരൂപം തിരിച്ചറിയുന്നു. ശ്ലോകം 8.
യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാദിവായുസ്തധാന്യേ യദ്ഭീതാ പത്മജാദ്യാ പുനരുചിതബലീൻ ആഹരന്തേനു കാലം യേനൈവാരോപിതപ്രാ നിജപദമഭിദേ ചാവിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യദ്ഭീത്യ ഏതൊന്നിനെ കുറിച്ചുള്ള ഭയം കൊണ്ട്, ഏതൊരുവിനെ ഭയപ്പെട്ടിട്ടാണോ? ഉദേതി സൂര്യോ സൂര്യൻ ഉദിക്കുകയും, ദഹതിച്ച ദഹനോ അഗ്നി ദഹിപ്പിക്കുന്നുവോ, വാദിവായു കാറ്റ് വീശുകയും, തഥാ അപ്രകാരം, അന്യേ മറ്റുള്ളവർ ബ്രഹ്മാദികൾ, യദ്ഭീത ഏതൊരാളെ ഭയന്നിട്ട്, പത്മജ പത്മത്തിൽ ജാതനായവൻ ബ്രഹ്മാവ്, ആദ്യ ആദിയായവർ, പുനർ ഉചിത ബലിന പിന്നെ ഉചിതമായ പൂജകളാൽ, ആഹരന്തേ അനുകാലം വേണ്ട സമയം ആഹരിക്കുന്നു സ്വീകരിക്കുന്നു, ഏന ഏവ ഏതൊരുവനാൽ തന്നെ, ആരോപിത സ്വസ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെട്ടുവോ, പ്രാഗ് പണ്ട്, നിജപദമപി തങ്ങളുടെ സ്ഥാനത്തെയും, തേച്യ വിധാരച അവർ ഭ്രംശിക്കപ്പെട്ടവരായിത്തീരുന്നു, പശ്ചാത് പിന്നീട്, തസ്മൈ അപ്രകാരമുള്ള, വിശ്വം നിയന്ത്രേ വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ, വയം അഭി ഞങ്ങളും, ഭവതേ ഭവാനായിക്കൊണ്ട്, കൃഷ്ണ ഹേ ശ്രീകൃഷ്ണ, കുർമ്മ പ്രണാമം പ്രണാമം അർപ്പിക്കുന്നു. ശ്ലോകാർത്ഥം: ഏതൊരുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണോ സൂര്യൻ ഉദിക്കുന്നത്, അഗ്നി ദഹിപ്പിക്കുന്നത്, വായു വീശുന്നത്, അതുപോലെ ബ്രഹ്മാവ് ആദിയായവർ ഏതൊരാളെ ഭയന്നിട്ടാണോ വേണ്ട സമയത്ത് ഉചിതങ്ങളായ ബലികളെ ആഹരിക്കുന്നത്, ഏതൊരുവനാണോ പണ്ട് തങ്ങളുടെ ഈ പദവികളിൽ അവരോഹിതനായത്, പിന്നെ ഏതൊരുവനാലാണോ ഭ്രഷ്ടരാക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങേക്കായി പ്രണാമം അർപ്പിക്കുന്നു. ശ്ലോകം 9. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്ര്യക്ഷരസൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരഭിനിഗമൈർഗീയമാനസ്വരൂപം തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഗമനിശം യോഗഭേദൈർഭജേത്വാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ത്രൈലോക്യം ത്രിലോകങ്ങളും സ്വർഗം ഭൂമി പാതാളം ഇവ. ഭാവയന്തം വിഭാവനം ചെയ്യുന്നവനായ സൃഷ്ടിക്കുന്നവനായ, ത്രിഗുണമയം ഇതം ഈ ത്രിഗുണാത്മകമായ സത്വരജ തമോ ഗുണരൂപമായ, ത്രക്ഷരിയുടെ പ്രണവത്തിന്റെ ഓങ്കാരത്തിന്റെ ഏകവാച്യം ഒരേ ഒരു അർത്ഥമായവനും പൊരുളായവനും, ഈശാനാം ത്രിമൂർത്തികളുടെ ഐക്യരൂപം ഏകീകൃത രൂപമായവനും, ത്രിഭിർ അഭിനിഗമൈർ മൂന്നു വേദങ്ങളാലും ഗീയമാനസ്വരൂപം ആലപിക്കപ്പെടുന്ന കീർത്തിക്കപ്പെടുന്ന സ്വരൂപമുള്ളവനും, തിസ്രോവസ്ഥാവിദന്തം മൂന്നവസ്ഥകളെയും അറിയുന്നവനും, ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകളെയെല്ലാം അറിയുന്നവനും, ത്രിയുഗ ജനിജുഷം മൂന്നു യുഗങ്ങളിലും ജനനം കൈക്കൊണ്ടവനും അവതരിച്ചവനും, ത്രിക്രമാക്രാന്ത വിശ്വം തന്റെ മൂന്നു പാദങ്ങൾ കൊണ്ട് ലോകത്തെയാകെ അളന്നെടുത്തവനും, ത്രൈകാല്യേ മൂന്നു കാലങ്ങളിലും, ഭൂതം വർത്തമാനം ഭാവി എന്നീ കാലങ്ങളിലും, ഭേദഹീനം ഭേദം ഒന്നും ഇല്ലാത്തവനും, ത്രിഭിർ യോഗഭേദൈ
3 യോഗമാർഗങ്ങളാലും, അഹം ഞാൻ, അനിശം എപ്പോഴും, യോഗഭേദങ്ങളാൽ ജ്ഞാനകർമ്മ ഭക്തി യോഗങ്ങളാൽ, ഭജേ ത്വാം അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ശ്ലോകാർത്ഥം. സ്വത്വാദി ഗുണത്രയമയമായ ഈ ത്രൈലോക്യത്തെ സൃഷ്ടിക്കുന്നവനും ത്രക്ഷരിയായ ഓങ്കാരത്തിന്റെ ഒരു പൊരുളായവനും ത്രിമൂർത്തികളുടെ ഏകീകൃത തീരൂപമായവനും 3 വേദങ്ങളാലും ഉദ്ഘോഷിക്കപ്പെടുന്ന സ്വരൂപമുള്ളവനും 3 അവസ്ഥകളെയും അറിയുന്നവനും 3 യുഗങ്ങളിലും അവതരിച്ചവനും 3 അടിക്കൊണ്ട് ലോകത്തെയാകെ അളന്ന് കീഴ്പ്പെടുത്തിയവനും 3 കാലങ്ങളിലും ഭേദമില്ലാത്തവനും ആയ ഭഗവാനെ, അങ്ങയെ ഞാൻ 3 യോഗങ്ങളെ കൊണ്ട് എപ്പോഴും ഭജിക്കുന്നു. ശ്ലോകം 10. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർനിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തത് നിരവധി മഹിമോല്ലാസി നിർലീനമന്ദ നിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സത്യം ശുദ്ധം വിബുദ്ധം, സത്യമായും നിർമ്മലമായും ജ്ഞാനസ്വരൂപമായും ജയതി വിജയിച്ചരുളുന്നു. തവ വപൂർ അങ്ങയുടെ വപുസ് ശരീരം. നിത്യമുക്തം എന്നും ബന്ധവിഹീനനായി, നിരീഹം ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, നിർദ്വന്ദ്വം അദ്വയനായി, രണ്ടെന്ന ഭാവമില്ലാതെ ഏകനായി, നിർവികാരം വികാരരഹിതനായി, മാറ്റത്തിന് കാരണമാകാതെ, നിഖില ഗുണഗണ എല്ലാ ഗുണഗണങ്ങളുടെയും വ്യഞ്ജന ആധാരഭൂതം പ്രകാശത്തിന് ആധാരകാരണമായി, നിർമൂലം കാരണമായി മറ്റൊന്നും ഇല്ലാത്ത, നിർമ്മലം രാഗദ്വേഷരഹിതമായ, തത് അത്, നിരവധി മഹിമോല്ലാസി അനവധി മഹിമാതിശയങ്ങൾ കൊണ്ട് തിളങ്ങുന്ന, നിർലീനം അന്തർ അന്തരത്തിൽ അന്തരംഗത്തിൽ ലയിച്ചിരിക്കുന്ന വിലയം പ്രാപിച്ചിരിക്കുന്ന, നിസ്സംഗാനാം മുനീനാം നിസ്സംഗരായ മുനിമാരുടെ, നിരുപമ ഉപമിക്കാൻ കഴിയാത്ത പരമാനന്ദ സാന്ദ്ര പ്രകാശം, പരമാനന്ദം കൊണ്ട് സാന്ദ്രമായ പ്രകാശം. ശ്ലോകാർത്ഥം. ഭഗവാന്റെ ഈ ശരീരം സത്യമായും ശുദ്ധമായും വിബുദ്ധമായും നിത്യമുക്തമായും നിരാഗ്രഹപൂർണമായും അദ്വൈതമായും നിർവികാരമായും എല്ലാ ഗുണഗണങ്ങളുടെയും പ്രകാശത്തിന് കാരണഭൂതമായും നിർമൂലമായും നിരവധി മാഹാത്മ്യങ്ങളാൽ തിളങ്ങുന്നതുമായും നിസ്സംഗരായ മുനിമാരുടെ അന്തരത്തിൽ നിർലീനമായി മറ്റൊന്നിനോട് ഉപമിക്കാനാകാത്ത പരമാനന്ദം കൊണ്ട് സാന്ദ്രമായി പ്രകാശിച്ച് വിജയിച്ചരുളുന്നു. ശ്ലോകം 11. ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിള ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യത് ക്രൂരവേഗം ക്ഷണമനുജഗദാഛിദ്യസന്ധാവമാനം ചക്രം തേ കാലരൂപം വ്യഥയതുനതു മാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഘാത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദുർവാരം തടയാനാകാത്ത, ദ്വാദശാരം 12 ആരക്കാലുകൾ ഉള്ളതും, ത്രിശത പരിമിള ഷഷ്ടിപർവാഭിവീതം 360 മുനകളാൽ ചുറ്റപ്പെട്ടതും, സംഭ്രാമ്യ ക്രൂരവേഗം
തീവ്രമായ വേഗത്തോടെ ചുറ്റിക്കറങ്ങുന്നതും ക്ഷണം തോറും ജഗത് ആജിത്യ ജഗത്തിനെ വലിച്ചുകൊണ്ടോടുന്ന സന്താപമാനം സഞ്ചരിക്കുന്നതും ചക്രം തേ കാലരൂപം കാലസ്വരൂപമായ അങ്ങയുടെ സുദർശന ചക്രം വ്യഥയതു നധു ആകട്ടെ ദുഃഖിപ്പിക്കരുതേ മാം എന്നെ ത്വത്പദ ഏക അവലംബം അങ്ങയുടെ പാദം മാത്രം അവലംബമായ വിഷ്ണു ഹേ വിഷ്ണു ഭഗവാനെ കാരുണ്യസിന്ധോ കാരുണ്യസാഗരമായ ഗുരുവായൂരപ്പ പവനപുരപതേ ശ്രീ ഗുരുവായൂരപ്പ പാഹി രക്ഷിക്കണേ സർവ ആമയ ഔഘാൻ സർവ രോഗക്കൂട്ടങ്ങളിൽ നിന്നും. ശ്ലോകാർത്ഥം തടുക്കാനാകാത്തതും 12 ആരക്കാലുകളോടും ചുറ്റിലും 360 മുനകളോടും കൂടി തീവ്രമായ വേഗത്തോടെ ചുറ്റിക്കറങ്ങുന്നതും ക്ഷണം തോറും ജഗത്തിനെ വലിച്ചുകൊണ്ടോടി സഞ്ചരിക്കുന്നതുമായ അങ്ങയുടെ കാലസ്വരൂപമായ സുദർശന ചക്രം അങ്ങയുടെ പാദകമലം മാത്രം ആശ്രയമായുള്ള എന്നെ ദുഃഖിപ്പിക്കരുതേ. ഹേ കരുണാസാഗരമായ ശ്രീ ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും അങ്ങ് സംരക്ഷിക്കണമേ. ഭഗവാന്റെ ഒരു വിരലിൽ അവിരാമം ഭ്രമണം ചെയ്യുന്നതാണ് സുദർശനചക്രം. ഇത് കാലചക്രം കൂടി ആകുന്നു. 12 ആരക്കാലുകൾ ഒരു വർഷത്തിലെ 12 മാസങ്ങളെയും ചുറ്റിലുമുള്ള 360 മുനകൾ ഒരു വർഷത്തിലെ 360 ദിവസങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ചക്രം തേ കാലരൂപം വ്യഥയതു നതുമാം ത്വത്പദേകാവലംബം വിഷ്ണു കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഗാത്. ഈ പ്രാർത്ഥന ഭഗവത് തൃപാദങ്ങളിൽ അനുനിമിഷം നാം സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.